സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പാൻ കാർഡ് നിയമങ്ങൾ കടുപ്പിച്ചു കേന്ദ്ര സർക്കാർ. പാൻ കാർഡ് കൈവശമില്ലാത്തവർക്ക് ഇനി ഇടപാടുകൾ നടത്താനാകില്ല. പാൻ കാർഡ് വിവരങ്ങൾ കൃത്യമായി നൽകാതിരിക്കുന്നത് വലിയ പിഴ ശിക്ഷകൾക്ക് കാരണമാകും. സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പാൻ കാർഡ് നിയമങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ. പുതിയ നികുതി നിയമങ്ങൾ പ്രകാരം ഉയർന്ന മൂല്യമുള്ള ചില പ്രത്യേക ഇടപാടുകൾക്ക് പാൻ കാർഡ് ഹാജരാക്കുന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻപ് പാൻ കാർഡ് ഇല്ലാത്തവർക്ക് ഫോം 16 നൽകി ഇത്തരം ഇടപാടുകൾ നടത്താനും സാധിച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ വലിയ പർച്ചേസുകൾക്കും നിക്ഷേപങ്ങൾക്കും ഫോം 16 സ്വീകരിക്കില്ലെന്നും പാൻ കാർഡ് തന്നെ വേണമെന്നുമാണ് പുതിയ നിർദ്ദേശത്തിൽ പറയുന്നത്. നികുതി വെട്ടിപ്പ് തടയുന്നതിനും കള്ളപ്പണ ഇടപാടുകൾ നിരീക്ഷിക്കുന്നതിനുമായാണ് ആദായ നികുതി വകുപ്പ് ഈ മാറ്റങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, ആഡംബര വാഹനങ്ങളുടെ പർച്ചേസ്, വിദേശയാത്രകൾ തുടങ്ങിയവയ്ക്ക് പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടി വരും. നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനും ഷെയർ മാർക്കറ്റിലെ വലിയ നിക്ഷേപങ്ങൾക്കുമൊക്കെ പാൻ നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള വലിയ തോതിലുള്ള പണമിടപാടുകളും ഇനി പാൻ കാർഡുമായി ബന്ധിപ്പിക്കപ്പെടും. പാൻ കാർഡ് കൈവശമില്ലാത്തവർക്ക് താൽക്കാലികമായി ഇടപാടുകൾ നടത്താനായിരുന്നു ഫോം 16 ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇത് ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഉയർന്ന മൂല്യമുള്ള ഇടപാടുകളിൽ ഇനി മുതൽ പാൻ കാർഡ് നമ്പറോ അല്ലെങ്കിൽ ആധാർ കാർഡോ നിർബന്ധമായും നൽകണം. പാൻ കാർഡ് ഇല്ലാത്തവർ എത്രയും വേഗം അത് അപേക്ഷിച്ച് വാങ്ങേണ്ട സാഹചര്യം ഇതോടെ സംജാതമായിരിക്കുകയാണ്. അതേസമയം പാൻ കാർഡ് വിവരങ്ങൾ കൃത്യമായി നൽകാതിരിക്കുന്നത് വലിയ പിഴ ശിക്ഷകൾക്കും കാരണമായേക്കും. കൂടാതെ പാൻ ഇല്ലാത്ത പക്ഷം TDS ഉയർന്ന നിരക്കിൽ ഈടാക്കാനും സാധ്യതയുണ്ട്. പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് നിയമപരമായി നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം പാൻ കാർഡ് അസാധുവാകാനുള്ള സാധ്യതയുമുണ്ട്. സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കാൻ കൊണ്ടുവന്ന ഈ പുതിയ മാറ്റങ്ങൾ സാധാരണക്കാർക്കും വ്യാപാരികൾക്കും വലിയ സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് തന്നെ വലിയ ഇടപാടുകൾക്ക് മുമ്പ് നിങ്ങളുടെ പാൻ കാർഡ് വിവരങ്ങൾ അപ്ഡേറ്റ് ആണെന്നതും ഉറപ്പുവരുത്തണം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.